നടന്നുപോകാൻ ചലനശേഷിയുള്ള കാലുകളില്ലെങ്കിലും ഉംറ കർമ്മം ചെയ്യണമെന്ന ജീവിതാഭിലാഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഖത്തർ സ്വദേശിയായ 14-കാരൻ. കൈകൊണ്ടാണ് ഈ ബാലൻ തീർത്ഥാടനത്തിന്റെ ദൂരം അത്രയും പിന്നിട്ടത്. ഖത്തറിലുള്ള ഗാനിം അൽ മുഫ്താഹി എന്ന 14-കാരൻ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ താരമാണ്. അരക്കു താഴെയുള്ള ഭാഗം ചെറുപ്പം മുതൽ തന്നെ ഈ യുവാവിനില്ല. വൈകല്യങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞ ദിവസം മക്കയിലെത്തി നിർവഹിച്ച ഉംറ മറ്റു തീർത്ഥാടകർക്കിടയിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയാണ്. വികലാംഗർക്ക് ഉംറ നിർവഹിക്കാൻ ഇലക്ട്രോണിക് വീൽചെയർ സൌകര്യമുണ്ടെങ്കിലും വിശുദ്ധ കർമ്മം മുഴുവനായും സ്വന്തം കൈകൾ ഉപയോഗിച്ച് നടന്നു പൂർത്തിയാക്കി ഈ യുവാവ്. സൌദി ടൂറിസം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഗാനിമിനെ സഹായിക്കാൻ പ്രത്യേക സംഘം കൂടെയുണ്ടായിരുന്നു. കൈകൾ ഉപയോഗിച്ച് വിശുദ്ധ കഅബയെ 7 തവണ പ്രദക്ഷിണം വച്ച ഗാനിമിനെ ഹജറുൽ അസ്വദ് ചുംബിക്കാനും ഹറം ഇമാമിനെ കാണാനും അധികൃതർ അവസരമൊരുക്കി. തന്റെ ഏറെക്കാലത്തെ ആഗ്രഹം സാധിച്ചതിൽ സൌദി അധികൃതരോട് ഗാനിം നന്ദി പറഞ്ഞു. മാതാപിതാക്കളും സഹോദരന്മാരും കൂടെയുണ്ടായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായ ഗാനിം അൽ മുഫ്താഹ് താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചും പിന്നിട്ട വിജയപാതകളെക്കുറിച്ചും പൊതുജനങ്ങളുമായി നിരന്തരം സംവദിക്കാറുണ്ട്. ഗാനിമിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ മാത്രം 10 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. മറ്റുള്ളവരെ പോലെ തന്നെ പഠനവും കളികളുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഭിന്നശേഷിയുള്ളവർക്കുള്ള നിരവധി കായിക മത്സരങ്ങളിൽ പങ്കെടുത്തു. വികലാംഗരായ കുട്ടികളെ സഹായിക്കാൻ ഗാനിമിന്റെ പേരിൽ ഒരു അസോസിയേഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് കുടുംബം. എല്ലാ നല്ല സ്വപ്നങ്ങളും അധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഗാനിം അൽ മുഫ്താഹ് ഓർമ്മിപ്പിക്കുന്നു. ജലീൽ കണമകലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. ഗൾഫ് ന്യൂസ് സമർപ്പിക്കുന്നത് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, മക്രോണ സ്ട്രീറ്റ്, ജിദ്ദ. താജ് ഹെൽപ്സ് കീപ് യു ഫിറ്റ്.